മുസ്ലിം സമുദായത്തിൻ്റെ പെരുന്നാൾ ബക്രീദ്. എല്ലാവർക്കും അതിൻ്റെ ആശംസകൾ നേരുന്നു. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞ കേരളത്തിൽ മാത്രം അതിനൊരു പ്രത്യേക അവധി കൊടുത്തു. ശനിയാഴ്ചയാണ് ഈ ബക്രീദ് എന്ന് പറയുന്ന നാളെയാണ്. ഇന്ന് സ്പെഷ്യൽ അവധി കേരളത്തിലുള്ള ഇസ്ലാമിക സംഘടനകളും പൊളിറ്റിക്കൽ സംഘടനകളും ചോദിച്ചു വാങ്ങി. അതായത് ഒരു രാജ്യത്തിനും ഒരു സ്റ്റേറ്റിനും എപ്പോഴും ഒരു പ്രോട്ടോക്കോളുണ്ട്. ഇവിടെ മതങ്ങളുണ്ട്, മതവിഭാഗങ്ങളുണ്ട്, അവരുടേതായ പള്ളികളുണ്ട്, അമ്പലങ്ങളുണ്ട്, ആരാധനകളുണ്ട്. അതിനൊക്കെ കേന്ദ്ര സർക്കാരും സ്റ്റേറ്റുകളും നിശ്ചയിച്ച ഒരു അവധിയുണ്ട്. ആ അവധിയിൽ കൂടുതലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് എന്നുള്ളത് നമ്മളത് കൊണ്ടുപോകുന്നൊരു ചട്ടമാണ്. അതിനെ എല്ലാം കടത്തിവെട്ടിയിരിക്കുകയാണ് കേരളം. അതായത് വീണ്ടും ആവർത്തിക്കും, നിങ്ങൾ ഇതിൻ്റെ പേരിൽ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ രാജ്യദ്രോഹിയെന്നോ ഇസ്ലാമിക ദ്രോഹിയെന്നോ ഇസ്ലാമോഫോബിയ എന്നോ എന്തു ഗുണ്ടം വിളിച്ചാലും എനിക്കൊരു പുല്ലുമില്ല. യാഥാർത്ഥ്യമാണ്, കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇസ്ലാമിക മത തീവ്രവാദികളുടെ പിടിയിലോട്ട് പോയി. അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്, അതിൻ്റെ ഒപ്പോസിഷൻ പാർട്ടി ഒരു മത തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ചാനല് ഇതൊരു ഇഷ്യൂ ആക്കി കൊണ്ടുവന്ന് പെട്ടെന്ന് അടിയന്തരമായിട്ട് അവധി പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നത് ആലോചിച്ച് നോക്ക് എത്രമാത്രം സീരിയസ് ആണ് ഇഷ്യൂ എന്നുള്ളത്. ഇവിടെ ഹിന്ദുക്കൾക്ക് ഫെസ്റ്റിവലുണ്ട്, ശ്രീകൃഷ്ണ ജയന്തിയുണ്ട്, പലതുമുണ്ട്. അതിന് അവധിയുണ്ട്. അതിന് ഇന്ന് വരെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല 2 ദിവസത്തെ അവധി തരണം, 3 ദിവസത്തെ അവധി തരണം. കേരളത്തിലെ ക്രൈസ്തവരുണ്ട്. ഈസ്റ്റർ എന്ന് പറഞ്ഞത് സൺഡേ ആണ്, പിന്നെ അഡീഷണൽ ദുഃഖവെള്ളിയാഴ്ചയാണ്. ഈ പറയുന്ന ക്രിസ്തുമസ് എന്ന് പറയുന്ന ഏത് ദിവസം വരുന്ന ആ ദിവസം അവധി. അല്ലാതെ ഇവിടെയുള്ള പല റിലീജിയസ് ഓർഗനൈസേഷൻ, മതങ്ങളാണെങ്കിലും അതേപോലെ വർഷിപ്പ് എല്ലാവർക്കും ആർക്കും ഇല്ലാത്തൊരു ഡിമാൻഡാണ്. അതാണ് ഞാനീ പറയുന്നത് ഇസ്ലാമൈസേഷൻ, അതായത് ഇസ്ലാമിക് രീതിയിലുള്ള ഒരു ലൈഫിലോട്ട് കേരളത്തെ കൊണ്ടുപോകുന്നു, പ്രഷറൈസ് ചെയ്ത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികൾ, സോ കോൾഡ് ഇൻ്റലക്ച്വൽസ്. ഇവർക്കെല്ലാവർക്കും എവിടുന്നാണ് ഈ പണം കിട്ടുന്നതെന്ന് കൂടെ അതിനെപ്പറ്റി കേന്ദ്ര സർക്കാരിന് ഞാൻ പല ആൾക്കാരുടെയും പേര് വെച്ച് ഞാൻ കത്തെഴുതിയിട്ടുണ്ട്. ഇവർക്കൊക്കെ എവിടുന്നാണ് ഈ പണം കിട്ടുന്നത്? അതായത് ഇവരൊക്കെയാണ് സോ കോൾഡ് ഇൻ്റലക്ച്വൽസ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദ രീതിയിലുള്ള സംഘടനകളെ പിന്താങ്ങി സോഷ്യൽ മീഡിയയിലും പബ്ലിക് ഫോറത്തിലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. ആ രീതിയിൽ ഞാൻ പല ആവർത്തി കത്തെഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷത്തിൽ 10-15 പല ആൾക്കാരെയും പേരെടുത്ത് തന്നെ. ആ ആൾക്കാരെല്ലാം കഴിഞ്ഞ ഇടയ്ക്ക് ഇവരെല്ലാം പെട്ടെന്ന് എനിക്കെതിരെ ഞാൻ രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ റൂട്ട് എങ്ങനെയാണ് പോകുന്നത്? സിമ്പിൾ റൂട്ടാണ് ഇതൊക്കെ. കാരണം ഇവർക്കെതിരെയൊക്കെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തു. ഇതിനകത്ത് ഇവർ അറിഞ്ഞു കാണും ആരാണ് ഈ കത്തെഴുതി, ആരാണ് ഇൻഫർമേഷൻ കൊടുത്തത്. ഇതൊക്കെയാണ് പല കാര്യം. അതൊക്കെ ഞാൻ പിന്നീട് പല ആവർത്തി പലതും ഞാൻ പറയും. ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ചെയ്യാവും, അത് ഞാൻ സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, മുസ്ലിങ്ങളുടെ വ്രതം നടക്കുന്ന സമയത്ത്, അതായത് ഫാസ്റ്റിംഗ്, അറിയാവുന്ന സത്യമാണ്, പല ഭാഗത്തും കേരളത്തിൻ്റെ വടക്കൻ മലബാറിലെ പല ഭാഗത്തും ഹോട്ടലുകൾ അടയ്ക്കുന്നു, നിർബന്ധിപ്പിച്ച് ഹോട്ടൽ അടയ്ക്കുന്നു. കോഴിക്കോട് ബീച്ചിൽ പ്രശ്നമുണ്ടായി. അവർ കഴിക്കുന്നില്ല, മറ്റാരും കഴിക്കരുത്, അത് അടിച്ചേൽപ്പിക്കുകയാണ്. എത്രയോടത്ത് നടക്കുന്നു. ടാറ്റ ഗ്രൂപ്പിനെതിരെ സ്റ്റുഡിയോ അടച്ചുപൂട്ടണം, അവരുടെ സാമ്പത്തിക താല്പര്യം. ഇതൊക്കെ കേരളം അനുഭവിക്കാൻ പോവുകയാണ് ഭയങ്കരമായിട്ട്. അതാണ് ഞാൻ പറയുന്നത്, ഇന്നലെ തുടങ്ങിയ സംഭവമൊന്നുമല്ല. ഇതിനനുകൂലമായിട്ട് കേരളത്തിലെ പൊളിറ്റിക്കൽ സംഘടനകൾ നിന്നുകൊടുത്തു. BJP ഈ കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്നില്ല. അവർക്കും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവരും ഈ പറയുന്ന ആൾക്കാരുമായിട്ട് ഒന്നിച്ചു പോവുക. അതാണ് എൻ്റെ കാര്യം.
അവർ വേറിട്ട രീതിയിൽ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഈ സംഭവങ്ങളൊന്നും അഡീഷണൽ അവധിയും വേറൊരു അവധി മറ്റൊരു അവധിയൊന്നും ഉണ്ടാവത്തില്ല. ഇവിടെ കേരളം അതായത് ഒരു ന്യൂനപക്ഷമാണ്, മുസ്ലിം കമ്മ്യൂണിറ്റി ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവര് അതിനകത്തൊരു വിഭാഗം പറയുന്നു, ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ നടക്കുകയുള്ളൂ. അത് അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെന്റ്, അതിനുവേണ്ടി അവർക്ക് വേണ്ടി ഓശാന പാടുന്ന പല സംഘടനകൾ, അതായത് പത്രങ്ങളാണെങ്കിൽ ചില സംഘടന സൈലന്റ് ആയിട്ടിരിക്കുന്നു. എന്താ കാര്യം? ആരുണ്ട് ഇത് ചോദിക്കാൻ? ഇനി അടുത്ത പ്രാവശ്യം അവർ പറയും, ഉറപ്പായിട്ടും പറയും. അവർ മറ്റേ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്ന സമയത്ത് ആ സമയത്ത് സ്കൂളുകൾക്ക് അവധി കൊടുക്കണം. എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഡിമാൻഡ് കയറി വരാം. ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ ഡിമാൻഡിൽ നിന്നാണ് വലിയ ഡിമാൻഡിലോട്ട് വരുന്നത്. പിന്നീട് പറയാം, ആ സമയത്ത് കേരളത്തിൽ ഒറ്റ ഹോട്ടലും തുറക്കരുത്, മുഴുവനും ഹോട്ടൽ അടയ്ക്കണം. പറഞ്ഞുകൂടായി എത്രയോ പ്രാവശ്യം പല വീഡിയോ ക്ലിപ്പിങ്ങിൽ പറയുന്നുണ്ട്, ഹോട്ടൽ തുറക്കാൻ പാടില്ല. എത്രയോ വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതിനെതിരെ എന്തുകൊണ്ടാണ് അധികാര സ്ഥാനത്തിരിക്കുന്നവർ, അതായത് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സ് സംസാരിക്കുന്നതിൻ്റെ കാര്യം എന്തുവാ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് ക്ലച്ചസ് എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിലാണ്. അതാണ് അതിൻ്റെ കാരണം. അവർ കോൺഗ്രസിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്, അതിന് കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചത് സതീശനാണ്. അപ്പോൾ ഈ ഒരു രീതിയിലോട്ടാണ് കേരളം പോകുന്നത്. ഞാൻ ഈരാറ്റുപേട്ടെ മിനി താലിബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കെതിരെ കേസുണ്ടായി, പിന്നെ ഹൈക്കോടതിയിൽ പോയി ബെയിലെടുത്തു. അത് പറയാനുള്ള ധൈര്യം ഞാൻ കാണിച്ചു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ റിയാലിറ്റി പുറത്തു. ഇതൊക്കെ പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. അവിടെ ഉണ്ടായത് കോട്ടയം SP പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് യാഥാർത്ഥ്യമല്ലയോ? അപ്പോൾ ഈ യാഥാർത്ഥ്യം എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവന്ന് ഇതിനെതിരെ, അതായത് കേരളത്തെ ഇസ്ലാമിക് രീതിയിലോട്ട് കൊണ്ടുവരുന്നതിനെതിരെ ശബ്ദിക്കുന്നില്ല? വീണ്ടും പറയാം, ഇതൊക്കെ ഒരു താലിബാന്റെ തുടക്കമാണ്. ഈ സംഭവങ്ങളെല്ലാം അതവരോട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതാണ് ഏറ്റവും വലിയ കഷ്ടമെന്ന് പറയുന്നത്. അതായത് ഡിമാൻഡുകൾ കൂടിക്കൊണ്ടിരിക്കും. അതായത് അവരുടെ എക്കോണമി, അതായത് അവരുടെ സാമ്പത്തിക ശാസ്ത്രം, സാമ്പത്തിക സ്ഥിതി, അതിനുവേണ്ടി അവർ ഈ പറയുന്ന കടകൾ അടപ്പിക്കും, ഈ പറയുന്ന ടാറ്റ സ്റ്റോർ അടപ്പിക്കും, പിന്നെ മറ്റുള്ള സ്റ്റോർ അടപ്പിക്കും. അവരുടെ താല്പര്യം മാത്രം നിലനിൽക്കണം, അവരുടെ ആഹാരം മാത്രം നിലനിൽക്കണം, അവരുടെ വസ്ത്രം മാത്രം വിൽക്കണം. മറ്റുള്ളവരൊന്നും ജനതയല്ല, മറ്റുള്ളവരൊന്നും ജനങ്ങളല്ല. അതാണ് അവർ കാഫിർ എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കുന്നത്. ഇത് ഞാനീ പറയുന്നത് ഉണ്ടാക്കിയെടുത്ത സംഭവമൊന്നുമല്ല. ഈ വീഡിയോ കേൾക്കുന്നവർ നിങ്ങൾ പ്രതികരിക്കാൻ സമയമായി. അതായത് യാഥാർത്ഥ്യം, അത് ഗ്രൗണ്ട് റിയാലിറ്റി. ഇതിനെതിരെ പ്രതികരിച്ചില്ല, പിന്നെ എന്തിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കാൻ പോകുന്നത്? എത്രയോ തെളിവുകളാണ് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ മുസ്ലിം ലീഗ് ഭരണത്തിൽ വരുമ്പോൾ എടുക്കുന്ന സ്റ്റാഫ് എല്ലാം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ നിന്ന്. അവർ എഡ്യൂക്കേഷനെ തുലയ്ക്കും, എല്ലാത്തിനെയും തുലയ്ക്കും. അവർക്ക് അശാന്തിയല്ല, അശാന്തിയാണ് ആവശ്യം. അതാണ് ഈ പല SDP ആണെങ്കിലും ജമാഅത്ത് ഇവരുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം ഇസ്ലാമിക നേഷനാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് സക്കീർ നായക് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇസ്ലാം വിശ്വാസികളെല്ലാം കേരളത്തിലോട്ട് പോകാൻ. നിങ്ങൾ ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഈ ബംഗാളികൾ എന്ന് പറയുന്ന ജോലിക്കാരാരാന്ന് നിങ്ങൾക്കറിയാം? ശരിക്കും പ്രത്യേക കമ്മ്യൂണിറ്റിക്കാരൻ. ഇതിനെയൊക്കെ വെച്ച് വിലപേശാൻ പോവുകയാണ് വരാനുള്ള സമയത്ത്. മലയാളികൾ അറിഞ്ഞിരിക്കണം യാഥാർത്ഥ്യം. അല്ല വെറുതെ വിടുവാത്തരം വിളിച്ച് പറയും, ഇന്നൊന്ന് പറയുന്നു, നാളെ മാറ്റി പറയുന്നു, മറ്റന്നാൾ മുസ്ലിം ലീഗിൻ്റെ അവിടെ പോയി പണം കൊടുത്ത് വീട് കൊടുക്കാൻ പണം. അതല്ല, ഒറ്റ സ്റ്റാൻഡാണ് ക്ലിയർ ആയിട്ട് എടുക്കേണ്ടത്. യെസ് ഓർ നോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇടയ്ക്കല്ല നിൽക്കേണ്ടത്. ഒന്നില്ലെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ അവിടെ. അതാണ്, ആ നിലപാടിലാണ് പോകേണ്ടത്. ഇതിനെതിരെ ശബ്ദിക്കണം, ഇതിനെതിരെ വന്നേ മതിയാവത്തുള്ളൂ. കാരണം ആ രീതിയിലാണ് കേരളത്തിൻ്റെ പോക്കെന്ന് പറയുന്നത്. നമ്മളീ കാണുന്നതല്ല ഈ സംഭവം. അതിനെ സപ്പോർട്ടീവായിട്ട് ഒത്തിരി ഹിന്ദു പേരും ക്രിസ്ത്യൻ പേരുള്ള ആൾക്കാരും മുമ്പിലുണ്ട്. ഇതൊക്കെ ബേസിക്കലി ഇവരുണ്ടാക്കിയെടുക്കുന്ന
ഇവരുടെ സ്ലീപ്പർ സെല്ലിൻ്റെ ഭാഗമാണ്. ഇവരെയും തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു. ഏതായാലും ഇതൊരു നല്ല ഇഷ്യൂ ആയിട്ട് മലയാളികൾ ഏറ്റെടുത്താൽ മാത്രമേ പിന്നീടുള്ള ഇവരുടെ ഡിമാൻഡുകൾ കുറയുകയുള്ളൂ. അല്ലെങ്കിൽ ഡിമാൻഡുകൾ കൂടിക്കൊണ്ടേയിരിക്കും.